ഇടുക്കി നെടുങ്കണ്ടത്ത് മാതാവിന്റെയും സഹോദരന്റെയും ഇരട്ടക്കൊലയിൽ കുറ്റം സമ്മതിച്ച് പിടിയിലായ സജി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ കുറ്റസമ്മതം. വീട്ടുവളപ്പിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ സജിയുടെ മാതാവ് മേരിക്കുട്ടിയുടെയും സഹോദരൻ റിജിയുടേതുമാണെന്ന് പോലീസ് വിലയിരുത്തൽ. സജി കുറ്റം സമ്മതിച്ചെന്നും കീഴടങ്ങുകയായിരുന്നുവെന്നും നാട്ടുകാർ. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഈ മേരിക്കുട്ടിയെയും റജിയെയും കൊന്ന് കൊഴിച്ചു മൂടി എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഈ സജി സമ്മതിച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് 12 മണിയോടുകൂടിയാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള പരിശോധനയിൽ ഈ റജിയെ പിടികൂടുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ തെറ്റുപറ്റിപ്പോയി, നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു കുറ്റസമ്മതമൊക്കെ നാട്ടുകാരോട് ഈ സജി നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നിലവിൽ ഈ മേരിക്കുട്ടിയെയും അതുപോലെ തന്നെ റജിയെയും കൊലപ്പെടുത്തിയത് മാത്രമാണ് സജി സമ്മതിച്ചിട്ടുള്ളത്. 2018 ഈ സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായ ഒരു സംഭവമുണ്ട്. അതിലും ഒരു പുനരന്വേഷണത്തിന് പോലീസ് നീങ്ങുകയാണ്. പക്ഷേ ആ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഈ സജി തയ്യാറായിട്ടില്ല എന്നുള്ളതും ഇതിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്നലെ ഈ നെടുങ്കണ്ടത്തെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ അത് മേരിക്കുട്ടിയുടെയും റജിയുടെയും തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അത് സജി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ബന്ധുക്കളും അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ്. അതിൽ പ്രതിയുടെ ഒരു കുറ്റസമ്മതം ഉണ്ടായിരിക്കുകയാണ്. 2 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഈ സജിയെ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലൊരു നാടകീയത ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് ഈ സജി പോലീസ് വീടിന് സമീപം എത്തിയതോടുകൂടി ഒളിവിൽ പോകുന്നു. ആ കയ്യിൽ ഒരു ബാഗ് കരുതിയിരുന്നു. ആ ബാഗിൽ പഴവും അതുപോലെ തന്നെ വെള്ളവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരല്പദൂരം പിന്നിട്ടതിന് ശേഷം ആ ബാഗ് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഈ കുഴി ഉൾപ്പെടെ തുറന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോഴും അതിനുശേഷം ഇന്ന് 12 മണി വരെ ഈ സ്ഥലത്ത് പരിശോധന നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സജി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ഭക്ഷണമില്ലാതെ വന്നതോടുകൂടി തിരികെ മലയിറങ്ങി വരികയാണ്. വീടിനോട് ചേർന്നുള്ള ഒരു മലമുകളിലായിരുന്നു സജി ഉണ്ടായിരുന്നത്. പിന്നീട് ആ മലയിറങ്ങി താഴേക്ക് വരികയും ആ ഘട്ടത്തിൽ നാട്ടുകാർ കാണുകയും പിന്നീട് പോലീസ് എത്തുകയും അങ്ങനെ പിടികൂടുകയുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.